നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരികുമാർ നായർ, ഉദര കരൾ രോഗ വിദഗ്ധൻ. ഇന്ന് ഏപ്രിൽ 19 ലോക കരൾ ദിനം. ലോകത്തെമ്പാടുമുള്ള കരൾ ശാസ്ത്ര പഠനങ്ങൾ നടത്തുന്ന അസോസിയേഷനുകളും ലോകാരോഗ്യ സംഘടനയും ഈ ഏപ്രിൽ 19 ലോക കരൾ ദിനമായി ആചരിക്കുന്നതിന് കാരണം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി കരൾ രോഗങ്ങളുടെ വർധനയാണ്. ഇത് ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഏത് ഒരു രാജ്യത്തെ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭൂപ്രദേശത്തെ രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്, ആ പ്രദേശത്തെ സാമ്പത്തിക നിലയുമായി ആ രോഗങ്ങൾക്ക് ബന്ധമുണ്ടാവും. ഞാനൊന്ന് വിശദീകരിക്കാം. 30 വർഷം മുമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അണുബാധകളായിരുന്നു, ഇൻഫെക്ഷൻസ് ആയിരുന്നു പ്രധാന പ്രശ്നം. ട്യൂബർക്കുലോസിസ്, ലെപ്രസി തുടങ്ങിയവ. സാമ്പത്തിക നില മെച്ചപ്പെട്ടു. ഒരു 20 വർഷം മുമ്പ് ഹൃദ്രോഗങ്ങളുടെ കാലമായി. അന്ന് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ പല ടെക്നോളജികളും ഇന്ത്യയിലേക്കും കേരളത്തിലേക്കൊക്കെ വന്നത് നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷമായിട്ട് നാം കാണുന്നത് സാമ്പത്തിക പുരോഗതി വീണ്ടും വന്നപ്പോൾ ആളുകൾക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള, ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സമ്പത്ത് വന്നു. അപ്പോൾ ഭക്ഷണ ലഭ്യത കൂടുന്തോറും, മദ്യപാനത്തിൻ്റെ തോത് കൂടുന്തോറും ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യപ്പെടുന്ന ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് കരളാണ്. അക്കാരണം കൊണ്ടാണ് ഈ സാമ്പത്തിക പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ കരൾ രോഗങ്ങളുടെ ഒരു അധികരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. കരൾ രോഗം മദ്യപാനം കൊണ്ടാണോ 2024 കൂടുതലുണ്ടാകുന്നത്, അതോ ഭക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ടാണോ ഉണ്ടാകുന്നത്? വാസ്തവത്തിൽ ഭക്ഷണത്തിൻ്റെ അമിതമായ ഭക്ഷണവും ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് നാം കടത്തിവിടുന്ന ഭക്ഷണോർജ്ജം കത്തിച്ച് കളയാൻ തക്കവണ്ണമുള്ള ശാരീരിക അധ്വാനം, ഫിസിക്കൽ എക്സസൈസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ഈ കരൾ രോഗം ഇത്രയധികം പെരുകാൻ കാര്യം. സ്ഥിതിവിവര കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 49%, തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പഠനത്തിൽ 49% ആളുകളിലും ഫാറ്റി ലിവർ രോഗം ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് മദ്യപാനം മാത്രമൊന്നുമല്ല, ഇത് തീർച്ചയായും ജീവിതശൈലി കരൾ രോഗമായ അമിതാഹാരവും എക്സസൈസ് ഇല്ലായ്മയും കൊണ്ട് വന്നതാണ്. കരൾ രോഗങ്ങളുടെ മറ്റു കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ട്. വൈറസുകൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ വൈറസുകൾ ഒളിഞ്ഞു കടന്ന് വർഷങ്ങളോളം നിശബ്ദമായി നിന്ന് കരളിനെ ഡാമേജിലേക്ക് നയിക്കുന്ന, കരൾ സിറോസിസിലേക്കും കരൾ ക്യാൻസറിലേക്കും നയിക്കുന്ന 2 വൈറസുകൾ. ജനിതകമായ ചില രോഗങ്ങൾ, ഇരുമ്പിൻ്റെ അംശം കൂടുമ്പോഴുണ്ടാകുന്ന രോഗം, ചെമ്പിൻ്റെ അംശം കൂടുമ്പോഴുണ്ടാകുന്ന രോഗം, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ രോഗം, സ്വന്തം കരളിനെതിരെ അവനവൻ്റെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കരൾ രോഗം. ഇങ്ങനെ പലതും ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഏറ്റവും അധികം ജനങ്ങളെ ബാധിച്ചിരിക്കുന്നതും ജീവിതശൈലി കരൾ രോഗമാണ്. അപ്പോൾ നാം വാസ്തവത്തിൽ കരൾ ആരോഗ്യത്തിനായി എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപാനത്തിന് തടയിടുകയോ അത് നിയന്ത്രിക്കുകയോ തന്നെ വേണം. അതുകൂടാതെ ഒരു ഭക്ഷണ ഓഡിറ്റ്, നാം ചെയ്യുന്ന ജോലി, നമുക്ക് ചെയ്യുന്ന ജോലിക്ക് ശേഷം കിട്ടുന്ന സമയം കൊണ്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ എക്സസൈസിൻ്റെ തോത്, ഇതിനനുസൃതമായി മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 2, കരൾ രോഗങ്ങളെ പൊതുവെ നിശബ്ദ കൊലയാളികൾ എന്നാണ് പറയുക. അതിന് കാരണം, ഇന്ന് ലിവർ സിറോസിസ് ആയ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇന്ന് കരൾ ക്യാൻസർ കണ്ടെത്തിയ ഒരു വ്യക്തിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ രോഗം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഏതാനും മാസങ്ങളോ ഒരു വർഷമൊക്കെ ആയി കാണുകയുള്ളൂ. പക്ഷേ വയറ്റിനുള്ളിൽ ഇത് കരൾ സിറോസിസായി രൂപാന്തരപ്പെട്ടിട്ട് തന്നെ 10 വർഷമായി കാണും. വളരെ നിശബ്ദമായി, രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ട്, വേദന, യാതൊരു ശല്യങ്ങളും ഉണ്ടാക്കാതെ നിശബ്ദമായാണ് കരൾ രോഗങ്ങൾ അതിൻ്റെ അന്ത്യഘട്ട കരൾ രോഗത്തിലേക്ക് എത്തുക. അതുകൊണ്ടാണ് കരൾ രോഗങ്ങളെ നിശബ്ദ കൊലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്ക്രീനിങ് പരിശോധനകൾ ചെയ്യുക ഉള്ളതാണ്. ഒരു ശരാശരി 40 വയസ്സ് കഴിയുമ്പോൾ കരൾ രോഗ സ്ക്രീനിങ് ആരംഭിക്കുന്നത് നല്ലത്. പണ്ട് കാലത്തൊക്കെ കരൾ സിറോസിസ് 50 വയസ്സിലും 60 വയസ്സിലും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു 40കളിൽ തന്നെ കരൾ രോഗവും കരൾ സിറോസിസും വരുന്നു. 40 വയസ്സിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവരുടെ എണ്ണവും തീരെ കുറവല്ല. അപ്പോൾ 40 വയസ്സിന് ശേഷം സ്ക്രീനിങ് പരിശോധനകൾ ചെയ്യാൻ നാം തയ്യാറാകണം. അത് സ്ക്രീനിങ് പരിശോധനകൾ, രക്തപരിശോധനകൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന രക്തപരിശോധന, അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ച് കൊഴുപ്പിൻ്റെ തോത് അളക്കാൻ പറ്റും. നിശബ്ദമായി തന്നെ ഈ രോഗം കരൾ സിറോസിസിലേക്ക് എത്തിയെങ്കിലും ഈ അൾട്രാസൗണ്ട് സ്കാനിങ് വഴി അതൊരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രീനിങ് ഉപാധി, സ്ക്രീനിങ് ടൂൾ എന്ന് പറയുന്നത് ഫൈബ്രോ സ്കാൻ എന്ന പേരായ ഒരു നൂതന സ്കാനിങ് ടെക്നോളജിയാണ്. ഈ ഫൈബ്രോ സ്കാൻ ചെയ്യുന്നത് വഴി നിശബ്ദാവസ്ഥയിലിരിക്കുന്ന കരൾ രോഗത്തെ കണ്ടെത്താൻ കഴിയും. കരൾ വീക്കം
അത് കഴിഞ്ഞ് കരളിലേക്ക് വടുക്കളടിയുക, സ്കാർ ടിഷ്യൂ അടിയുക, അവസാനം കരൾ സിറോസ് ആവുക, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ ഈ നിശബ്ദമായി വടുക്കൾ അടിയുന്ന സ്റ്റേജിൽ തന്നെ കണ്ടെത്താമെങ്കിൽ, ഒരു ഫൈബ്രോ സ്കാൻ ചെയ്ത് കണ്ടെത്താമെങ്കിൽ, സ്ക്രീനിങ് പരിശോധന ചെയ്ത് കണ്ടെത്താമെങ്കിൽ നമുക്ക് കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതേസമയം രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ വരെ നാം കാത്തിരിക്കുകയാണെങ്കിൽ അതിന് പലപ്പോഴും പരിപൂർണമായൊരു ചികിത്സ അല്ലെങ്കിൽ ഒരു ക്യൂർ കൊടുക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് കരളാരോഗ്യത്തിനായി ജീവിതശൈലിയിലെ അപചയങ്ങൾ കറക്റ്റ് ചെയ്യാൻ തയ്യാറാകുക, മദ്യപാനത്തിൻ്റെ ഉപയോഗത്തിന് പരിധി വെക്കാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് സ്ക്രീനിംഗ് പരിശോധനകൾ ചെയ്യാനും തയ്യാറാകുക. എല്ലാവർക്കും കരളാരോഗ്യം നേരും.